ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നോ? ഈസ്റ്ററിൻ്റെ നോമ്പായതുകൊണ്ട് വെജ് ഡിഷസ് പരീക്ഷണമാണ് ഇപ്പോഴത്തെ പരിപാടി. ഫസ്റ്റ് ഞാൻ യൂട്യൂബിൽ നോക്കി ഡിഷസ് എഴുതി വെക്കും. അതിന് ശേഷമാണ് ഞാൻ അത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പം ഇന്ന് കൂൺ മസാല കറിയും മോരുകറിയും ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. ഫസ്റ്റ് ആ ഒരു കൂണെടുത്ത് എന്നിട്ട് അതൊന്ന് വാഷ് ചെയ്ത്, ശരിക്കും കുക്കിംഗ് എന്ന് പറഞ്ഞ ഒരു കെമിസ്ട്രി ലാബിൻ്റെ ഒരു സെറ്റപ്പാണ്. വേണ്ടുന്ന കാര്യങ്ങൾ കറക്റ്റ് അളവിലിട്ടാൽ അടിപൊളിയായിട്ട് റിസൾട്ട് വരും, അല്ലെങ്കിലോ പണിപാളി എന്ന രീതിയിലാണ് വരുന്നത്. എന്തുവാണെങ്കിലും കൃത്യമായിട്ട് ഞാൻ ഡിഷസൊക്കെ എഴുതി വെച്ചു. ഉപയോഗിക്കേണ്ടുന്ന വിധങ്ങളെല്ലാം കറക്റ്റ് കണക്കിൽ എഴുതി വെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ വെള്ളം ചെടിക്കൊഴിക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് ഞാൻ പകർന്നു വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ പച്ചക്കറി കഴുകിയ വെള്ളം, അരി കഴുകുന്ന വെള്ളം എല്ലാം ഇങ്ങനെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ടാണ് ഞാൻ പോയി ചെറിയൊരു പച്ചക്കറി കൃഷിയുണ്ട്, അതിലേക്ക് പോയി ആ ചെടികൾക്ക് പോയി ഒഴിക്കുന്നത്. ഈ കൂണെടുത്ത് എന്നിട്ട് അത് നമുക്ക് വേണ്ടുന്ന സൈസിൽ നമ്മളതിനെ മുറിച്ചെടുക്കുക. കത്തിയുടെ ആവശ്യമില്ല, കൈവച്ച് തന്നെ നമുക്ക് ഇത് മുറിക്കാം. അതിൻ്റെ മോൾ ഭാഗം ഒരു 4ആയിട്ടും താഴത്തെ ഭാഗം ഒരു 2ആയിട്ടും ഞാൻ മുറിച്ചെടുത്തു. അതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഗ്രീൻ പീസും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഗ്രീൻ പീസും ഇതെടുത്ത് വെക്കുക, പൊളിച്ച് വെക്കുകയോ ചെയ്യുന്നു. ഇവിടെ ഗ്രീൻ പീസ് ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിൻ്റെ ആ ഒരു നമ്മുടെ പയറുമണി ഇങ്ങനെ എടുക്കുന്ന മാതിരി ആ ഒരു തണ്ടോടുകൂടി കിട്ടും. നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് വേർതിരിച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഇതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് സവോള, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, അങ്ങനെയുള്ള ഐറ്റംസാണ് വേണ്ടുന്നത്. ഇനി ഇതുണ്ടാക്കുന്ന വിധത്തിലേക്ക് ഞാൻ കടക്കാം. ഫസ്റ്റ് ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടി ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേണ്ടുന്ന പൊടികൾ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ട് ഇത് ചെയ്യുക, വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുക. അതിന് ശേഷം ഈ മഷ്റൂമും പിന്നെന്താ നമ്മുടെ ഗ്രീൻ പീസും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒരു ലേശം ഒഴിക്കാം. വെള്ളം ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഞാൻ പക്ഷേ കുറച്ച് വെള്ളം ഒഴിച്ചു. ഒരു നല്ല രീതിയിൽ വേവിച്ച് കിട്ടട്ടെ എന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് അടച്ചു വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞാനത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മുടെ കൂൺ മസാല കറി റെഡിയായി. ഇതിനെപ്പറ്റി പറയുമെങ്കിൽ സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിരുന്നു, അടിപൊളിയാണ്. മസ്റ്റ് ട്രൈ റെസിപ്പി എന്ന് പറയുന്ന കൂട്ടത്തിലാണ് വെജിറ്റേറിയൻസിനെ. അതിനുശേഷം ഞാൻ മോരുകറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. മോരുകറിക്ക് ഓൾറെഡി നല്ല രീതിയിൽ പുളിച്ച തൈരാണ് നമുക്ക് വേണ്ടുന്നത്. ഇതിൻ്റെ ഇടയിൽ ഗരം മസാല തീർന്നു പോയി. അപ്പം ഞാനത് കവറിൽ നിന്നെടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഈ മസാല ബോക്സിലോട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മോരുകറിക്ക് വേണ്ടി ഞാൻ ഇതെടുത്തത് നമ്മുടെ മൺകലമാണ് എടുത്തത്. മൺകലത്തിലോട്ട് ഉണ്ടാക്കാമെന്നുള്ള ഒരു ഐഡിയയിലാണ്. ഈ തൈര് ഫസ്റ്റ് നമ്മൾ നല്ല രീതിയിൽ അതിനൊന്ന് ഇത് ചെയ്ത് വെക്കണം. എന്താ പറയുക, മറ്റേ കടഞ്ഞെടുക്കുക എന്ന് പറയുമല്ലോ, അതിൻ്റെ ആ ഒരു മാഷറിട്ട് നന്നായിട്ട് കടഞ്ഞെടുത്ത്, ഈ മോരിൻ്റെ ഒരു റേഷ്യോ 1:1 റേഷ്യോ ആണ്. എത്രത്തോളം തൈരാണ് നമ്മൾ എടുക്കുന്നത് അതേ അളവിൽ തന്നെ
വെള്ളവും കൂടെ ആഡ് ചെയ്യണം. എന്നാലേ ആ ഒരു പുളിപ്പ്, നല്ല പുളിയുള്ളതെങ്കിൽ പുളിപ്പൊന്ന് ഇതായി നിൽക്കത്തുള്ളൂ. അതിന് ശേഷം നമ്മുടെ ചട്ടിയിലോട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി കടുക്, ഉലുവ, ഉണക്കമുളക് നടുവേ മുറിച്ചതിടണേ, ഇഞ്ചി വെളുത്തുള്ളി മുറിച്ചിട്ടതോ പേസ്റ്റോ നമ്മുടെ ഇഷ്ടം. എന്നിട്ട് പച്ചമുളകും നടുവേ കീറിയത് ഇടുക. ചെറിയ ഉള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ആഡ് ചെയ്യുക. ഇത്രയും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം. അതിന് ശേഷം മൺചട്ടി ആയതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ നമ്മുടെ തൈരിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തത്. അറ്റ് ലാസ്റ്റ് എൻ്റെ മോരുകറിയും റെഡിയായി. ലാസ്റ്റാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്തത്. ഇതൊക്കെ യൂട്യൂബ് ചാനലിൽ നോക്കി തന്നെ പഠിച്ച് ചെയ്യുന്ന സംഭവമാണ്. ഈ കൂൺ മസാല കറിയും മോരുകറിയും നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ സൈഡായിട്ട് നമ്മുടെ അച്ചാർ, പപ്പടം, ചമ്മന്തിപ്പൊടി ഇത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇനി അടുത്ത ഞാൻ പപ്പടം ഉണ്ടാക്കുന്നതിലേക്ക് കടക്കുകയാണ്. പപ്പടം ഫസ്റ്റ് അതിൻ്റെ പൊടി പോകാൻ വേണ്ടിയാണ് ഈ ഒരു പഴയ ഒരു ടീഷർട്ടുണ്ട് അതിലിട്ട് ഇങ്ങനെയൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്നത്. അതിലിട്ട് അതിൻ്റെ ആ ഒരു പൊടി കളഞ്ഞിട്ട് പപ്പടം എടുത്തു. പപ്പടം വറുത്തെടുത്തു. പപ്പടം ഞാൻ ഒരു പപ്പടത്തെ 4ആയിട്ട് മുറിച്ചതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പപ്പടവും ചുട്ടെടുത്തു. പപ്പടവും ചുട്ട് കഴിഞ്ഞ് അങ്ങനെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ നല്ലൊരു മെനുവായി നല്ല സൂപ്പർ ആൻഡ് ഹെൽത്തി. പിന്നെന്താ, പച്ചക്കറി ആയതുകൊണ്ട് അയ്യോ പച്ചക്കറി ആണല്ലോ എന്നൊരു വിഷമവും ഇല്ല. അങ്ങനെ എൻ്റെ എല്ലാം റെഡിയായി. പിന്നെ ഞാൻ ജസ്റ്റ് നമുക്കൊരു സൈഡായിട്ട് കുറച്ച് സാലഡിന് വേണ്ടി ഇതിൻ്റെ അത് വേറൊന്നും ആഡ് ചെയ്യുന്നില്ല. ബീട്രൂട്ട്, സവോള, ക്യാരറ്റ് ഇത് മൂന്നും കൂടെ അരിഞ്ഞ് ഇടുന്നതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഉപ്പോ വേറൊന്നും ആഡ് ചെയ്യുന്നില്ല. സൈഡായിട്ടിരുന്ന് ഇവിടെ എല്ലാ വീട്ടിലും എല്ലായിടത്തും ചെന്നാലും കൂട്ടത്തിൽ ഒരു പച്ചമുളകും കൂടെ കാണും. ഈ 3 സാധനവും ഒരു പച്ചമുളകും കൂടെ ഇത് നീളത്തിലാണ് അവർ അരിയുന്നത്. കുക്കുംബറും ഉണ്ട്. ഇത്രയും കൂടെ വെച്ചു. ഈ കുക്കുംബറിൻ്റെ ഒരു സൈഡ് ഞാൻ ചെത്തിയിട്ട് അതിൻ്റെ കറ പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി വരും. അതിനുവേണ്ടി ഞാൻ ആ കുക്കുംബറിൻ്റെ മുകളോട്ടങ്ങ് പൊക്കി പിടിച്ചത്. ആ ക്യാമറ കാണുന്നില്ലെന്ന് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇതെല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾ കഴിക്കാൻ പോട്ടെ. എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചായൻ വന്നു. പിന്നെ അടുക്കളയിൽ നിന്ന് ഡൈനിങ് ടേബിളിലേക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുപോകാനായിട്ട് ഇച്ചായനും കൂടെ ഹെൽപ്പ് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ പപ്പടം വറക്കാൻ വന്ന് ഇച്ചായൻ കൂടുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല. എന്തായാലും ഫുഡെല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. നല്ല വിഭവസമൃദ്ധമായ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഞങ്ങളങ്ങനെ കഴിച്ചു. അതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകാൻ നേരമാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പാല് വരുന്നത് ഇവിടെ ഉച്ച സമയത്താണ്. അപ്പം ഫ്രിഡ്ജില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഓൺ ദ സ്പോട്ട് തന്നെ അതങ്ങ് തിളപ്പിച്ച് വെക്കും. തിളപ്പിച്ച് കുറച്ച് പാല് കുടിക്കാനായിട്ട് മാറ്റി വെച്ചു. കുറച്ചെടുത്ത് ഞാൻ ഒഴിച്ചു. അങ്ങനെ ഉച്ചക്കത്തെ പരിപാടിയെല്ലാം ഫിനിഷ് ചെയ്തു. ഞാൻ ഈ പാല് ഒഴിക്കുന്ന വിധം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തൈരെടുത്ത് ഞാനൊരു അരിപ്പയിൽ അങ്ങ് വെച്ചേക്കും. അതിലെ വെള്ളമയം എല്ലാം അങ്ങ് പോയി കിട്ടുമല്ലോ. അതിനുശേഷം പാല് തിളപ്പിച്ചിട്ട് ഒരിച്ചിരി ഒന്ന് ആറിക്കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഗ്ലാസ് ബോട്ടിലോട്ട് പാലൊഴിക്കും. അതിൻ്റെ പുറകെ തൈരും കൂടി ഇട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്യും. എന്നിട്ടത് അടച്ചു വെക്കും. ഇതിപ്പം പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പായതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചില്ലടപ്പ് വെച്ച് അടച്ചു വെക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് ആവിവെള്ളം വരുമ്പം ആ ആവിവെള്ളം എടുത്ത് ജസ്റ്റ് ഒന്ന് ഞാൻ കുടഞ്ഞു കളയും അടപ്പേന്ന്. പിന്നെ പ്ലാസ്റ്റിക് അടപ്പിട്ട് അടച്ചു വെക്കും. ഇതാണ് എൻ്റെ ഒഴിക്കുന്ന വിധം. മാക്സിമം ഐറ്റംസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ടാണ്. ഇന്ന് ഇവിടെ ബംഗാളിൻ്റെ ന്യൂ ഇയർ. അപ്പം ഞങ്ങൾക്ക് ലഡു കിട്ടി, അത് കഴിക്കുക. എല്ലാം കഴിഞ്ഞു. യാത്രയായപ്പോൾ ഈ ആകാശം കാണാൻ അടിപൊളിയായിട്ട് ഞാൻ ആകാശത്തിൻ്റെയും വീഡിയോ എടുത്തു. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഐ ലവ് യു ഓൾ.